എല്ലാവർക്കും നമസ്കാരം. ടർബോ എന്ന സിനിമ കണ്ടു. ആദ്യത്തെ ഒരു 35-40 സെക്കൻഡ് നമ്മൾ ഇതിൻ്റെ ഹേറ്റേഴ്സിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് ഈ ക്ലിപ്പ് കട്ട് ചെയ്ത് ഇടമെന്ന് വെച്ചാൽ ഷെയർ ചെയ്യാം. പടത്തിൻ്റെ കട്ട നെഗറ്റീവ്സാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഫാൻസ് വേണമെങ്കിൽ അടിച്ചൊരു 40 സെക്കൻഡ് കഴിഞ്ഞ് കണ്ടാൽ മതി. നിങ്ങളുടെ ഹൃദയവേദനയ്ക്ക് ഞാൻ കാരണമാകത്തില്ല. അപ്പോൾ നമുക്ക് പറയാനുള്ളത്, ഈ പടത്തിന് ഒരു കഥയുമില്ല. ക്ലീശയാണ്. നമ്മൾ കണ്ടിട്ടുള്ള മാസ് മസാല പടങ്ങളിൽ കാണിക്കുന്ന അതേ സാധനം, അതേ ടെംപ്ലേറ്റ് അതുപോലെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ ആ ട്രെയിലറിൽ കണ്ടില്ലേ, അതിൽ നമുക്ക് കഥയെല്ലാം മനസ്സിലാകുന്നുണ്ട്. ഒരു വില്ലനുണ്ട്, അയാളെ നൈസായിട്ട് പോയിട്ട് ആക്രമിക്കുന്നു. ഇതൊക്കെ തന്നെയാണ് പരിപാടി. അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്കാമൊക്കെ വരുന്നുണ്ട്. വേറെ ഒരു പരിപാടി ഇതിൻ്റെ അകത്തില്ല. ഒരു ടെംപ്ലേറ്റ് മാസ് മസാല സാധനം. വൈശാഖ് ഇതുപോലെ ഇഷ്ടം പോലെ പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ക്ഷീണം തിരക്കഥയാണ് ഇതിൻ്റെ അകത്തുള്ളത്. പക്ഷേ ഇതിൻ്റെ അകത്ത് കുറച്ചധികം പറയാനുണ്ട്. നമ്മുടെ ഗ്ലാസ് എന്ത് ചെയ്യും? നമ്മൾ ഗ്ലാസ് വെച്ച് നമുക്കിനി അത് പറയാം. അതായത് തിരക്കഥ ക്ഷീണമാണെങ്കിലും ഇതാരാണ് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നതെന്ന് കുട്ടികൾക്ക് അറിയുമോ? മമ്മൂട്ടി കമ്പനി. അതായത് അവരുടെ സിനിമകളെല്ലാം ഹിറ്റാണ്, മേക്കിംഗ് ഒക്കെ വേറെ ലെവലാണ്. സോ ആ പ്രതീക്ഷയാണ് നമ്മളെ ഈ ഒരു സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിൽ കൊണ്ട് എത്തിച്ചത്. അപ്പോൾ മഴയാണെങ്കിലും നമ്മൾ പോയി കാണും. അതിന് കാരണം മമ്മൂട്ടി കമ്പനിയാണ്. മമ്മൂട്ടി കമ്പനി എന്ന് പറയുമ്പോൾ മമ്മൂട്ടിയുണ്ട്, പിന്നെ മമ്മൂട്ടിയുടെ കുറേ ടെക്നിക്കൽ ടീമൊക്കെ കാണും. മമ്മൂട്ടി ഇതിൻ്റെ അകത്ത് എടുത്തേക്കുന്ന പണി അങ്ങേര് ഈ അടുത്തെങ്ങും എടുത്തിട്ടില്ല. ഒരു 4 വർഷത്തിൽ, ഈ അടുത്ത 4 വർഷം എടുത്ത് നോക്കിയാലും ഇതുപോലെ പണിയെടുത്തൊരു പടം വേറെ ഇല്ല. അതുപോലെ പണിയെടുത്തിട്ടുണ്ട്. ഇത് ഓരോന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ കൂടെ ഇങ്ങനെ ആ ഓരോ ഫ്രെയിമുകൾ ഇങ്ങനെ കയറി വരുമോ. വിത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ടർബോയിലെ പടത്തിന് കഥയില്ലെങ്കിൽ എന്താ, പടത്തിന് എന്താ പ്രത്യേകിച്ച് ട്വിസ്റ്റുകളൊന്നും ഇല്ലെങ്കിൽ എന്താ, നമ്മൾ സ്ഥിരം കണ്ടിട്ടുള്ള ടെംപ്ലേറ്റുകളാണെങ്കിൽ എന്താ, കളിക്കുന്നത് മമ്മൂട്ടിയാണ്. മമ്മൂട്ടി ഈ പ്രായത്തിൽ നിന്ന് പിന്നെയും പറഞ്ഞു പോയി, ഇങ്ങേര് നമ്മുടെ പിള്ളേരടിക്കുന്ന അടിയാണ് ഇങ്ങേര് അടിക്കുന്നത്. മലക്കും മറിഞ്ഞുള്ള അടി, പഴശ്ശിരാജയിലെ ചാടി അടിക്കുന്ന ആ അടി, ആ സംഭവമൊക്കെ ഇതിനകത്ത് അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്. അതും കുറച്ചും കൂടെ വൃത്തിയായിട്ട്. ഈ പിന്നെ മറ്റേ ബോളൊക്കെ അടിക്കണൊക്കെ ഒരു സീനുണ്ട് എൻ്റെ മോനെ. പിന്നെ ക്ലൈമാക്സിൽ ഒരു കൂറ്റ അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേര് തന്നെ പറയുന്നുണ്ട്, ഞാൻ മടുത്തു ഈ അടി കാരണമാണ്. അതുപോലെ ഈ പവർ, ഈ എനർജി, ആ സ്വാഗ്, എൻ്റെ മോനെ ഇങ്ങേർക്ക് വേണ്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പടം കാണാം. അല്ലാതെ ഒരിക്കലും നിങ്ങൾ പടം ഞാൻ കാണാൻ സജസ്റ്റ് ചെയ്യത്തില്ല. മമ്മൂട്ടിയെ നിങ്ങൾക്ക് ഇഷ്ടമാണോ, മമ്മൂട്ടിയുടെ ആക്ഷനും സ്വാഗും രസവും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ പടം ഷുവറായിട്ട് നിങ്ങൾക്ക് കാണാം. ഇതൊരു ആവറേജ് പടം, അത്രേ ഉള്ളൂ. പക്ഷെ മമ്മൂട്ടി എന്ന് പറഞ്ഞ സംഭവം ഇതിൻ്റെ അകത്ത് വന്നിട്ട് അങ്ങേര് കൈ നിടുന്ന സംഭവങ്ങൾക്കൊന്നും ഒരു അയ്യോ എൻ്റെ പൊന്നോ. ക്ലൈമാക്സിലുള്ള അടികളൊക്കെ കണ്ടല്ലോ, പ്രേക്ഷകർ നിന്ന് കൈയടിക്കുക, ഒച്ചവെപ്പ്, എൻ്റെ പൊന്നോ. ആർക്കവിടെ സമനില, എല്ലാവരുടെയും കയ്യിൽ നിന്ന് പോയിരിക്കുമായിരുന്നു. അതുപോലെ ഒച്ചവെപ്പും ആരവുമായിരുന്നു ക്ലൈമാക്സ് അടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങേര് എയറിലാണ്, ഫുൾ ടൈം എയറിലാണ്. ഇങ്ങനെ ഇതിൻ്റെ ഷൂട്ടിലൊക്കെ കഷ്ടപ്പെട്ട് പണ്ടാരടങ്ങി എന്നാണ് പറയുന്നത്. ഒരുപാട് ഇതിൻ്റെ സ്റ്റണ്ടുകൾക്ക് ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെയൊക്കെ റിസൾട്ട് നമുക്ക് കാണാനുണ്ട്. എന്നോ അടിയോടെ അടിക്കുന്നത് ഒരു അടിപ്പടം എന്നൊക്കെ പറയുന്നത് ഇതാണ്. ഒരു ക്ലൈമാക്സ് എനിക്ക് തോന്നുന്നു 1/2 മണിക്കൂർ അടിയുണ്ട്. ആ നീണ്ട അടി ഏതായാലും സിനിമയെ നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു ക്ലൈമാക്സ് കാരണമാണ് പടത്തിന് ഇപ്പം കിട്ടാൻ പോകുന്ന പോസിറ്റീവ് ഒക്കെ അതാണ് കേട്ടോ. എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങേരി കാണിക്കുന്ന സാധനങ്ങൾ കണ്ടു പഠിക്കണം. അതിപ്പോൾ ആരാണെങ്കിലും ഇങ്ങേരിടുന്ന എഫേർട്ട്, ഒരു പടം നന്നാവാൻ വേണ്ടി അങ്ങേര് കിടന്ന് പണിയെടുക്കുകയാണ്. നമ്മൾ കണ്ണ് നിറഞ്ഞു ഈ ഇങ്ങനെ പണിയെടുക്കുന്നത് കാണുമ്പോൾ. അത്രയ്ക്കും ലെജൻഡറി ആയിട്ടുള്ളൊരു മനുഷ്യൻ കടന്ന് അങ്ങേർക്ക് ഇത് മമ്മൂട്ടി കമ്പനിയുടെ പരമായിട്ട് അങ്ങേർക്ക് കാശുണ്ടാക്കാൻ ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. അങ്ങേര് ആ ഇൻഡസ്ട്രി അങ്ങ് നൈസാക്കുവാണ്. അങ്ങേരുടെ പടങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഓരോ ജോൺറിയിൽ നിന്ന് വരുന്ന പടങ്ങൾ. അപ്പം അങ്ങേര് വെറൈറ്റി കാണിക്കുകയാണ്, എക്സ്പെരിമെന്റ് ചെയ്യുകയാണ്. അതിൻ്റെ കൂടെ മലയാളം ഇൻഡസ്ട്രികളെ കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത്ര മാത്രം മതി. ഗംഭീര സാധനം, ഒരു ആക്ഷൻ എൻ്റർടൈനർ എന്ന രീതിയിൽ കിടിലൻ സാധനം. അത് കഥ മാറ്റി വെച്ചാണ് കേട്ടോ പറയുന്നത്. മമ്മൂട്ടിയുടെ പെർഫോമൻസ് കൊണ്ട് മാത്രം പറയുന്ന പടമാണ്. ഗംഭീര പടം. എനിക്ക് പൈസ വസൂലായി. എനിക്ക് പടം കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഞാൻ എൻ്റർടൈൻ ചെയ്ത്, ഞാൻ ഒച്ച വെച്ചു, കൈ അടിച്ചു, ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ കഥ എന്ന് പറഞ്ഞ സാധനം കട്ട ഫ്ലോപ്പാണ്. ഇതിന് കഥ എന്ന് പറഞ്ഞ സംഭവമില്ല. ഫസ്റ്റ് ഹാഫ് കണ്ടിരിക്കാം, ബട്ട് സെക്കൻഡ് ഹാഫിൽ ക്ലൈമാക്സ് വരുന്ന അടി കണ്ടു കഴിഞ്ഞാണല്ലോ, ഓക്കെ, ആ അടിക്ക് വേണ്ടി മാത്രം നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാം. ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. മമ്മൂട്ടി ഫാൻസ് നിങ്ങൾക്ക് ഉള്ളതാണ് ഈ പടം, നിങ്ങൾ മിസ്സാക്കരുത്. അതുപോലെ തന്നെ മമ്മൂട്ടി ഹേറ്റേഴ്സ് നിങ്ങൾ പോയി കാണണ്ട. നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല, നിങ്ങൾ കഥയിൽ കൊള്ളത്തില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അയ്യേ ഇതാണ് പടം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ നെഗറ്റീവ് അടിക്കും. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഫാൻസ് ആയിട്ടുള്ളവർക്ക് പോയി കാണാം. ഗംഭീര എൻ്റർടൈനറാണ്. മിസ് ഔട്ട് ചെയ്ത് തിയേറ്റേഴ്സിൽ ആ ക്രൗഡിൻ്റെ കൂടെ ആ ഒച്ച വെച്ച് ഈ പടത്തിൻ്റെ ആ സ്വാഗിൽ അങ്ങനെ പോകുക എന്ന് പറഞ്ഞ ഒരു രസമുള്ള പരിപാടിയാണ്. എത്രയും പെട്ടെന്ന് തിയേറ്ററിൽ പോയിട്ട് കാണുക.
പടം ഉടനെ എങ്ങും തിയേറ്ററിന് പോകാൻ പോകുന്നില്ല. അത് വേറെ കാര്യം. മഴയാണെങ്കിൽ എന്താ, ടർബോ ഓണാണ് മോനെ.